വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 37 കമ്പനി കേന്ദ്രസേനയെ വിന്യസിച്ചു. 771 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് ജില്ലയിൽ ഉള്ളത്. 500ഓളം പേർ നിരീക്ഷണത്തിലാണ്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയൻ, ഗുഡ് മോർണിംഗ്. പ്രശ്ന സാധ്യതാ ബൂത്തുകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ കർശന സുരക്ഷയാണല്ലോ കണ്ണൂരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളരെ രാഷ്ട്രീയപരമായി സെൻസിറ്റീവായ ഒരു മേഖലയാണ്, നമുക്കറിയാം. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ? ഒരുപക്ഷെ അതായത് 2183 ബൂത്തുകളാണ് ഈ കണ്ണൂർ ജില്ലയിൽ ആകെ ഉള്ളത്. അതിൽ 771 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. കണക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 1/3 ബൂത്ത് ഇത്തരത്തിൽ പ്രശ്ന ബൂത്തുകളാണ് എന്നർത്ഥം. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ജില്ലാ പോലീസ് ഭരണകൂടം, ജില്ലാ പോലീസ് മേധാവികളും അതോടൊപ്പം തന്നെ കലക്ടറും എല്ലാം ചേർന്ന് തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പുതുമയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മോത്തി 500 പേർ നിരീക്ഷണത്തിൽ ആണ് എന്നാണ്. ഈ 500 പേർ പ്രത്യക്ഷത്തിൽ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത്, ഇത് ആരാണ് 500 പേർ എന്ന് ചോദിച്ചാൽ അവർ നേരത്തെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട പ്രതികളാണ്. അതായത് ഒന്നുകിൽ കള്ളവോട്ട് ചെയ്തവർ, അല്ലെങ്കിൽ ബൂത്തിനകത്ത് അക്രമം ഉണ്ടാക്കിയവർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തിയവർ, ഈ വിഭാഗത്തിൽപ്പെടുന്ന കൃത്യമായിട്ട് പറഞ്ഞാൽ 473 പേർ, അത്രയും പേർ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ഇവർ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഈ ക്രൈം ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം ഡ്രോൺ നിരീക്ഷണമാണ്. സാധാരണ രീതിയിൽ ഈ ടെക്നോളജിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾക്കും കുറെ കൂടി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിർത്തികളിലൊക്കെ പറത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ നമ്മൾക്കിപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ബൂത്തിന്റെ പരിസരത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാകും എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഡ്രോൺ പറത്തുകയും ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ പിടികൂടുകയും ചെയ്യും. അതിനുവേണ്ടി പോലീസ് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ കണ്ടാൽ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി 2 നമ്പറുകളും പോലീസ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് സിറ്റിയിലും റൂറലും ഈ 2 പോലീസ് ജില്ലകളിലും അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 5800-ലധികം പോലീസിനെ ഈ ജില്ലയിലാകെയായി വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൂത്തിനകത്ത് സാധാരണ രീതിയിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വോട്ടർമാരുടെ ക്യാമറകളുണ്ട്. പക്ഷേ ഇത്തവണ ബൂത്തിന് പുറത്തും ക്യാമറയുണ്ട്. അതായത് പോളിംഗ് സ്റ്റേഷന്റെ പരിസരത്ത് ആൾക്കാർ ക്യൂവിൽ ആ പരിസരങ്ങളിൽ, അതിന് ചുറ്റുവട്ടത്തുള്ള പരിസരങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി. അതുകൊണ്ട് കനത്ത സുരക്ഷ എന്ന് പറഞ്ഞാൽ കനത്ത സുരക്ഷയാണ് കണ്ണൂരിൽ പ്രത്യേകിച്ചും ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ നേരത്തെ തന്നെ സെൻസിറ്റീവ് എന്നും വൾണറബിൾ എന്നൊക്കെ തിരിച്ച് ബൂത്തുകൾക്ക് കൂടുതൽ പ്രശ്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പോലീസിനെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തവണ 2-3 കാര്യങ്ങൾ കുറച്ചുകൂടി അധികമുണ്ട് എന്ന് പറയാം. അതിലൊന്നാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് പോലീസിനെ വിവരങ്ങൾ അറിയിക്കാം, അതിൽ നമുക്ക് സംസാരിക്കാം, വിവരങ്ങൾക്ക് ആ രീതിയിൽ കൈമാറാം, സന്ദേശങ്ങൾ അയക്കാം, വാട്സപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ വീഡിയോസ് അയച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഈ 2 നമ്പറുകളിലുമായി ഉണ്ട്. അതുകൊണ്ട് പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ വോട്ടെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ മറ്റൊരു പ്രത്യേകത, ബൂത്തുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ രാത്രി വൈകിയൊന്നും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വോട്ടെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. നിശ്ചിത സമയത്തിനകത്ത് തന്നെ ഏതായാലും പോളിംഗ് തീർക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. SIR വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കനത്ത പോളിംഗ് ഉണ്ടാകും. ഫിൽട്ടർ ചെയ്ത വോട്ടർ പട്ടികയാണ്. മരിച്ചുപോയവരൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥലം മാറിപ്പോയവരെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള വോട്ടർ പട്ടികയാണ്. ആകെ അതിനകത്തൊരു ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത, പ്രശ്നമെന്നല്ല, ഒരു കണക്കുമായി ബന്ധപ്പെട്ട് ടാലി ചെയ്യാനുള്ള സാധ്യത പ്രവാസി വോട്ടർമാർ വരുന്നില്ല എന്നുള്ളതാണ്. ശരാശരി 8000-ഓളൊക്കെ വോട്ട് ഓരോ മണ്ഡലത്തിലും ഉണ്ട്. പക്ഷെ അവർ ഏതായാലും തിരിച്ചിവിടെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അവർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം.